ഹലോ, എല്ലാവർക്കും നമസ്കാരം. അതിപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണല്ലോ. അതൊക്കെ ചക്കക്കുരു മാങ്ങയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ, കുറച്ച് ചുവന്ന ചീരയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ചീരയവിയൽ വെക്കാമെന്ന്. അതുകൊണ്ടിന്ന് ചുവന്ന ചീരകളൊക്കെ പറിച്ച് നമുക്കൊരു ചീരയവിയൽ വെക്കാം. വ്ളാത്താങ്കര ചീര, അമരാന്തസ്, അരുൺ അങ്ങനെയൊക്കെയുള്ള ചീരയാണിത്. ചുവന്ന ചീര കൊണ്ട് നമ്മൾ അവിയൽ വെക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ പച്ച ചീര ഉപയോഗിക്കുന്നതിൽ നല്ലത് ടേസ്റ്റ് ഇതിനാണ്, ചുവന്ന ചീരയ്ക്കാണ്. നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. വെള്ളരിക്കയാണ്, ഞാൻ ഇത്ര വെള്ളരിക്കയാണ് ഇടുന്നത്. ചീര നമുക്ക് തണ്ടോടുകൂടി അരിഞ്ഞെടുക്കണം. മൂത്ത തണ്ട് നമുക്ക് ഒന്ന് മുരിങ്ങയ്ക്കയുടെയൊക്കെ ആ ഒരു നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കീറിയാണ് ഇടുന്നത്. ചക്കക്കുരു നമുക്ക് ഇതുപോലെ തന്നെ പുറത്തെ ആ തൊലി കളഞ്ഞ് ഇങ്ങനെ അങ്ങ് എടുക്കാം. ഇത്രയും തണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. തണ്ട് ഇടുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. ഇത്രയൊക്കെ അരിഞ്ഞ് ഇത്രയും കഷ്ണമുണ്ട്. ചക്കക്കുരു നമുക്ക് ആദ്യമേ ഒന്ന് വേവിക്കണം. നല്ലതായിട്ട് വെന്ത് വെണ്ണ പോലെ വേകുന്ന ചക്കക്കുരു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇത് വേകുന്നതാണ്, വെണ്ണ പോലെയൊന്നും ആയില്ല. ചക്കക്കുരു വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കഷ്ണം നമുക്ക് ഇതേപോലെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത്, ചീരത്തണ്ട് കുറച്ചിടണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. മുരിങ്ങക്കായ ഒന്നും ഇട്ടിട്ടില്ല. ഒരു അര മുതൽ 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചീരയൊക്കെ അരിഞ്ഞെടുത്തപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരാവി കയറുമ്പോഴേക്കും ഈ പാത്രത്തിൻ്റെയൊക്കെ പകുതിയാകും ചീര. ഉപ്പിട്ട് കൊടുക്കാം. അടച്ച് വയ്ക്കാം. നമുക്കിതിന് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും കറിവേപ്പില വേണം. ഒരു 1.5 കപ്പ് തേങ്ങകളുണ്ട്. ഒരു 10-12 ചുവന്നുള്ളി. കഷ്ണമൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. ചീരത്തണ്ട് നല്ലതായിട്ട് വേകണം. ഒന്നും കൂടി ഒന്ന് വേകുവാനുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും ഉണ്ട്. ചക്കക്കുരു വേകാൻ വെച്ച വെള്ളമാണിത് കേട്ടോ, വെള്ളമൊന്നും വീണ്ടും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ കഷ്ണമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങയെല്ലാം ഞാനൊന്ന് ചതച്ച് കൊണ്ടുവന്നു. നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കിനി നോക്കാം എല്ലാം കറക്റ്റിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാം നല്ല പാകത്തിന് ഉണ്ട്. ഞാൻ ആ ഒരു മാങ്ങയും ഇതിനകത്തിലേക്ക് ഇട്ടു. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചക്കയുടെയൊക്കെ സീസണാണല്ലോ ഇപ്പം. ചക്കയൊക്കെ ഇട്ട് നമ്മൾ അവിയൽ വെക്കാറില്ല. മറ്റേ കഷ്ണങ്ങളുടെ കൂടെ കുറച്ച് ചക്ക ഇടും. അതുപോലെ തന്നെ നമ്മൾ പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ കാച്ചിലും ചേമ്പും ഒക്കെ നടുന്നവരാണെങ്കിൽ അതൊക്കെ പറിച്ചെടുക്കുമ്പം അതെല്ലാം കൂടെ ഇട്ട് ചേമ്പും താളും ഒക്കെ ഇട്ടിട്ട് ഒരു അവിയൽ വെക്കാറില്ലേ. ആ ഒരു അവിയൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ലൂസായിട്ടിരിക്കുന്ന അവിയൽ. ചിലർക്ക് അവിയലൊക്കെ ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ സദ്യയിലൊക്കെ കഴിക്കുന്ന പോലത്തെ അവിയലായിരിക്കും ഇഷ്ടം. ഇത് അത്ര അങ്ങ് ലൂസായിട്ടില്ല എങ്കിലും ഒരുവിധം. ഈ രീതിയിൽ ചീരയിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഇതിൽ കുറച്ചുകൂടി ചീരത്തണ്ടൊക്കെ നമുക്ക് ചേർക്കാം. പ്രത്യേകിച്ച് നമ്മൾ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ. കുറച്ചും കൂടി ചീരത്തണ്ടാകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ചീരത്തണ്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. ചീരാവിയലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എൻ്റെ ഈ വീഡിയോ ഒക്കെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം.